നമുക്കറിയാം 4 വർഷക്കാലം ശ്രീ കെ സുധാകരൻ പാർട്ടിക്ക് ശക്തമായ നേതൃത്വം നൽകുകയുണ്ടായി. അദ്ദേഹം ഇവിടെ പ്രതിപാദിച്ച പോലെ ധാരാളം നേട്ടങ്ങൾ പാർട്ടിക്ക് കഴിഞ്ഞ 4 വർഷക്കാലം ഉണ്ടായി എന്നുള്ള വസ്തുതയാണ്. ആ നേട്ടങ്ങളുടെ പിന്തുടർന്നുകൊണ്ട് പുതിയ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിനും സഹപ്രവർത്തകർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആത്മാർത്ഥമായി ആശംസിക്കാനുള്ളത്. ഇനിയും കോൺഗ്രസിന് വരാൻ പോകുന്നത് സണ്ണി ഡേയ്സ് ആണ്. സണ്ണി ഡേയ്സ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഈ നിയമനത്തിലൂടെ തെളിയിക്കുന്ന കാര്യം. ഒരു പാർട്ടിക്ക് വേണ്ടത് അതാണ്. സണ്ണി ഡേയ്സ് വരുന്നതോടുകൂടി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കാൻ നമുക്ക് സാധിക്കും. അതിന് പ്രാപ്തനാണ് ശ്രീ സണ്ണി ജോസഫ്. 2004 ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 2001 DCC പ്രസിഡന്റായി പ്രവർത്തിച്ച ശ്രീ സണ്ണി ജോസഫ് ആ സ്ഥാനം തുടരുകയായിരുന്നു. എന്നോടൊപ്പം DCC പ്രസിഡന്റായി പ്രവർത്തിച്ച കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ നിതാന്ത ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ശ്രീ സണ്ണി ജോസഫ്. ആദ്യമായി അദ്ദേഹം പേരാവൂരിൽ മത്സരിക്കുമ്പോൾ സിറ്റിംഗ് MLA ആയ KK ശൈലജ ടീച്ചറെയാണ് വലിയ ഭൂരിപക്ഷത്തോടെ പരാജയപ്പെടുത്തിയത് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. 3 തെരഞ്ഞെടുപ്പിലും വൻപിച്ച വിജയം നേടി കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിമാനമായി ഉയർന്നു നിൽക്കുന്ന ഒരു നേതാവിനെയാണ് AICC KPCCയുടെ പുതിയ ചുമതല നൽകിയിട്ടുള്ളത്. കഠിനാധ്വാനത്തിന്റെയും ആത്മാർത്ഥതയുടെയും അർപ്പണബോധത്തിന്റെയും പ്രതീകമായ ശ്രീ സണ്ണി ജോസഫിന് കേരളത്തിലെ കോൺഗ്രസിനെ ശക്തമായി നയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല.